യുദ്ധം അതിരുവിടുന്നു എന്ന് UN ഐക്യരാഷ്ട്ര സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് ആണ് ഈ പ്രമാദമായിരിക്കുന്ന അഭിപ്രായം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സ്ഥിതിവിശേഷമല്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ. അത് സങ്കീർണമാണെന്നും വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളതും ലോകത്തെ തന്നെ അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് ആന്റണിയോ ഗുട്ടറസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ചില മീഡിയകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രസക്തമായിരിക്കുന്ന ചോദ്യമുണ്ട്. ഇത്രയും കാലം UN എവിടെയായിരുന്നു? യുദ്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്തേ നിയന്ത്രിക്കാത്തത്? എന്തേ ഇടപെടാത്തത്? എന്തേ സംസാരിക്കാത്തത് എന്ന ചോദ്യവും പ്രസക്തമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. UN സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. അതിലേറ്റവും പ്രബലരായിരിക്കുന്ന 5 രാജ്യങ്ങളാണ്. അവരുടെ നേതൃത്വത്തിൽ രണ്ടാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളിലെ പ്രധാനികൾ, അതിൽ അമേരിക്ക, റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്. ഈ 3 രാജ്യങ്ങളും രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ്. ഫ്രാൻസ് ഉണ്ട്. അങ്ങനെ പോകുന്നതിൽ അപ്പോൾ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ UN ഇടപെട്ടുകൊണ്ട് ആ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഈ UN സഭയുടെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പറയപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യം. അപ്പോൾ അത് എല്ലാ രാജ്യങ്ങളും പരസ്പരം സമ്മതിക്കുകയും നിലവിൽ 165 രാജ്യങ്ങളെങ്കിലും 185 രാജ്യങ്ങൾ UN സഭയിലുണ്ട് എന്നാണ് അനുമാനം. തുടക്ക സമയത്ത് 15 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നീട് അത് 32 രാജ്യമായി. അങ്ങനെ വിപുലീകരിച്ചാണ് യഥാർത്ഥത്തിൽ ഇത്രത്തോളം രാജ്യങ്ങൾ അതിലുണ്ടായത്. അപ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് UN ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി ചെയ്യുക എന്നുള്ള പതിവായിരുന്നു. വല്ലാതൊന്നും ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടാറില്ല, ആദ്യഘട്ടത്തിലൊന്നും ഇടപെടാറില്ല എന്നുള്ളതും ശ്രദ്ധേയമായി. എന്നാൽ സ്ഥിതിക്ക് മാറ്റങ്ങൾ വന്നു, അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങളും അമേരിക്ക ഇടപെടുന്ന രീതി കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അതിനനുസരിച്ച് അഭിപ്രായം പറയേണ്ട ഒരു ദയനീയ അവസ്ഥയാണിപ്പോൾ UN-നുള്ളത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ അമേരിക്കക്ക് എതിരെ ഒരു നടപടി എടുക്കാനുള്ള ത്രാണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100 വട്ടം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഇസ്രായേലിനെതിരെ ത്രാണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100 വട്ടം ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് പ്രശ്നമുണ്ടായ സമയത്ത് അതിൽ ഇടപെടാനുള്ള ത്രാണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100 വട്ടം ഉണ്ട് എന്നാണ് ഉത്തരം. അപ്പോൾ അതെന്തേ അങ്ങനെ? എല്ലാ രാജ്യവും തുല്യമല്ലേ? എല്ലാ രാജ്യവും തുല്യമല്ല. അമേരിക്കയുടെ വാലാട്ടിയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് UN മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ വിഷയം തന്നെയാണ്. ഈ സംവിധാനം ഉണ്ടാക്കിയ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയ രാജ്യങ്ങളിലെ പ്രധാന കക്ഷികൾ ഒന്ന് സോവിയറ്റ് യൂണിയൻ, അതായത് ഇപ്പോഴത്തെ റഷ്യ, പിന്നീട് അമേരിക്ക. ഈ 2 രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധത്തിലാണ്. യുദ്ധാവസാനത്തിന് വേണ്ടിയും യുദ്ധവിരാമത്തിന് വേണ്ടിയും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയും അമേരിക്കയും റഷ്യയും അടക്കം സംയുക്തമായി നിർമ്മിക്കപ്പെട്ട UN എന്ന് പറയുന്ന സമാധാന സംവിധാനം, ആ സംവിധാനത്തെ അവർ തന്നെ ഉണ്ടാക്കിയവർ തന്നെ ചോദ്യം ചെയ്യുകയാണ്. 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം റഷ്യ നടത്തുന്നത്. അത് ഈ കരാർ വ്യവസ്ഥയുടെ ലംഘനമായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റും. 4-5 മാസമായി യാതൊരു നീതിയുമില്ലാത്ത വിധമുള്ള ആക്രമണമാണ് അമേരിക്ക ഇറാനിൽ നടത്തുന്നത്. അമേരിക്കയ്ക്ക് ഇറാനിൽ ഇടപെടേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. അമേരിക്കയ്ക്ക് ഭീഷണിയാവുന്ന ഏതൊക്കെ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരം ഇടപെടൽ നടത്തുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. മൂന്നാമത്തെ, നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇസ്രായേൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ആക്രമണങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നു. അതിൽ UN ഒരു കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ UN ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുദ്ധം അതിര് കടക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം എന്നേ അതിര് കടന്നു. ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അതിര് കടന്നത് തന്നെയാണ്. പിന്നീട് ഭീഷണികളും വെല്ലുവിളികളുമായിട്ട് കഴിഞ്ഞുകൊണ്ട് കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്തു ഇറാനിലെ സൈനിക കമാൻഡർ. ഭരണാധികാരികളും അത് ശരിവെച്ചതാണ്. അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിക്ക് പകരത്തിന് പകരം എന്നുള്ളതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമായിട്ടാണ് കണ്ണിന് കണ്ണ് എന്ന് പറയുന്നത്. എന്നാൽ കണ്ണിന് പകരം തല എന്ന് ഡൊണാൾഡ് ട്രംപ് അത് മാറ്റി പറഞ്ഞു.
ഡൊണാൾഡ് ട്രംപ് മാറ്റി പറഞ്ഞ സമയത്ത് ഇറാൻ അത് തിരുത്തി കുറച്ചുകൂടി കട്ടിയിൽ പറഞ്ഞു, കണ്ണിന് പകരം ശരീരം മുഴുവൻ, മൊത്തം മനുഷ്യരെ തന്നെ തങ്ങൾ പറിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി അതിൻ്റെ മറ്റു വാക്കുകൾ പറയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുകയാണെങ്കിൽ അന്ന് യുദ്ധം അവസാനിക്കും. അതായത് ഹോർമുസ് കടൽ സ്വതന്ത്രമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം വരണം. അതല്ലെങ്കിൽ ആണവായുധ നിർമ്മാണം സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആ രാജ്യത്തു നിന്ന് കടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി കിട്ടുകയാണെങ്കിൽ അങ്ങനെ യുദ്ധം അവസാനിക്കും. അങ്ങനെ എല്ലാ തരത്തിലും യുദ്ധം അവസാനിക്കാൻ സാധ്യത ഉണ്ടായിട്ടും പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഭീഷണി വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്ന രീതിയാണ് ട്രംപ് തുടരുന്നത്. അത് യഥാർത്ഥത്തിൽ ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, ഇതിനൊക്കെ ഓരോരോ സമയങ്ങളിലും വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇറാൻ തിരിച്ചടി നൽകാറുണ്ട് എന്നുള്ളതും ഒരു യഥാർത്ഥമായിരിക്കുന്ന സത്യമാണ്. UN ഇപ്പോൾ കളിക്കുന്നത് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നാടകമാണെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിയൻ പത്രങ്ങൾ അഭിപ്രായപ്പെട്ടു. പല യുദ്ധങ്ങളും പല പ്രശ്നങ്ങളും പല കെടുതികളും കണ്ട ലോകമാണ് നിലവിലുള്ളത്. ഏറെക്കുറെ 15 മുതൽ 30 തവണയെങ്കിലും ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ് UN എന്ന് പറയുന്നത്. അത് കൃത്യമായ രീതിയിൽ അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രമേയം പാസ്സാക്കിയത്. എന്നാൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന സംഭവമല്ല, അത് ഗൗരവകരമായിരിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നടപടി വിഷയം വരുന്ന സമയത്ത് 2 തരത്തിലാണ് UN നിലപാട്. ഇറാഖ് കുവൈറ്റ് പിടിച്ചടക്കിയ സമയത്ത് ഇറാഖിനെതിരെ യുദ്ധപ്രഖ്യാപനം വന്നു, ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം വന്നു, 32 രാജ്യങ്ങൾ പിന്തുണച്ചു. 32 രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു. ഐക്യരാഷ്ട്രസഭ അതിന് അനുമതി നൽകുകയും വളരെ പെട്ടെന്ന് തന്നെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങണമെന്ന് താല്പര്യപൂർവ്വം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കുമുള്ള ഇതിനേക്കാൾ കൂടുതൽ ആവേശം യഥാർത്ഥത്തിൽ UN-നായിരുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഈ തരത്തിലാണ് ഈ വിഷയകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചുരുക്കം. അതിനൊരു അവസാനമാണ്. അത് അവസാനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവണം എന്നുകൂടി ഇറാൻ പറയുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇടപെടുന്നത് പലതരത്തിലും പല രീതിയിലുമാണ്. അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. നീതി നടപ്പിലാക്കുമ്പോൾ തത്തുല്യമായ രീതിയിലുള്ള നീതിയാണ് നടപ്പിലാക്കേണ്ടത്. അതിന് പറ്റുന്നില്ലെങ്കിൽ UN സഭ പിരിച്ചുവിട്ട് US-ലേക്ക് ലയിക്കണം. അതും കൂടി അവർ പറഞ്ഞിരിക്കുന്നത്. രണ്ടും തത്തുല്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിന് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്ര രൂക്ഷമായ രീതിയിൽ UN-നെതിരെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ വരുന്നത്. ഏറെക്കുറെ ലോകത്താകമാനമുള്ള നീതി നടപ്പിലാക്കുക എന്നുള്ളതും അതിനോടൊപ്പം സഹവർത്തനം കാണിക്കുക എന്നുള്ളതും സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ രീതിക്ക് മാറ്റം വന്നു. കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ന്യായപരമായിരിക്കുന്ന കാര്യവും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ UN-ൽ നിന്ന്. അമേരിക്ക എഴുതി കൊടുക്കുന്നത് നോക്കി വായിക്കുന്ന പ്രവൃത്തി മാത്രമാണ് നിലവിൽ UN ചെയ്യുന്നത്. UN ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ട ഏത് തരം വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും ആ കാര്യം കൃത്യമാണ്, വ്യക്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ട് ഇറാനിയൻ പത്രങ്ങൾ കൃത്യതയോടുകൂടി തന്നെ വിവരിക്കുന്നു. ചില മുഖചിത്രങ്ങൾ വെച്ചുകൊണ്ടും ഈ റിപ്പോർട്ടർമാരുടെ പ്രത്യേകമായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞുകൊണ്ടും പ്രത്യേകമായിരിക്കുന്ന ചർച്ച തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.